35-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം RK നാരായണൻ്റെ മഹാഭാരതം എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിൽ 35-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ 9-ാമത്തെ ചാപ്റ്ററായ 100 ക്വസ്റ്റ്യൻസിലാണ്. കഴിഞ്ഞ തവണ നമ്മൾ ദുര്യോധനൻ അഹങ്കാരം കൊണ്ട് പഞ്ചപാണ്ഡവന്മാരുടെ അടുത്ത് ചെന്ന് ആഘോഷങ്ങൾക്കും ഒരുക്കങ്ങൾക്കും തയ്യാറായപ്പോൾ ഗാന്ധർവന്മാർ ദുര്യോധനനെ തോൽപ്പിച്ച് കീഴടക്കി കൊണ്ടുപോയി. ദുര്യോധനൻ്റെ അഹങ്കാരം തീർക്കാനായിട്ട് എന്താ ചെയ്ത അർജുനനും ഭീമനും കർണനും ഒക്കെ പോയി കീഴടക്കിയ ഗാന്ധർവന്മാരിൽ നിന്ന് ദുര്യോധനനെ മോചിപ്പിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നിർത്തുമ്പോൾ ഒരു ബ്രാഹ്മണൻ ഈ പറയുന്ന പഞ്ചപാണ്ഡവന്മാർ താമസിക്കുന്ന ദ്വൈതവനത്തിൻ്റെ അടുത്ത് വന്ന സമയത്താണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ സാധാരണ ഈ ബ്രാഹ്മണന്മാരെന്താ ചെയ്യാറ്? കുറേ ഇതുണ്ട്, എന്തൊക്കെ കുറേ ആചാരങ്ങളുണ്ട്, കുറേ യാഗങ്ങളും കുറേ പൂജയൊക്കെ ചെയ്യണം. കുറേ പൂജകളും ഇതൊക്കെ ചെയ്യാണ് ബ്രാഹ്മണന്മാർ ഈ അന്നത്തെ കാലത്ത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഈ ബ്രാഹ്മണൻ എന്തിനാ ഇവിടെ വന്നെന്നുള്ളതിൻ്റെ കഥയാണ്. നമ്മൾ പണ്ട് രാജാക്കന്മാർ ക്ഷത്രിയന്മാരുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് ബ്രാഹ്മണന്മാരെ സംരക്ഷിക്കുക. അവർക്ക് അമ്പലത്തിൽ പൂജ ചെയ്യാൻ, അമ്പലത്തിൽ മാത്രമല്ല അല്ലാത്ത സ്ഥലത്ത് പൂജ ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, അങ്ങനെ ദുഷ്ടന്മാരിൽ നിന്നൊക്കെ രക്ഷിക്കുക എന്നുള്ളത് ക്ഷത്രിയന്മാരുടെ ജോലിയാണ്, ക്ഷത്രിയന്മാരുടെ കർമ്മമാണ്. ജോലി എന്ന് പറഞ്ഞാൽ പ്രധാന കർമ്മമാണ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അത് ബ്രാഹ്മണന്മാരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ക്ഷത്രിയന്മാരുടെ എന്താണ് ജോലിയാണ്. അതിന് കർമ്മം എന്ന് പറയും. കർമ്മം എന്ന് വെച്ചാൽ എന്താണ്? ക്ഷത്രിയന്മാരെ ബ്രാഹ്മണന്മാരെ നോക്കണം, സംരക്ഷിക്കണം. അതുപോലെ കർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവൻ ചെയ്യേണ്ട ജോലികളാണ് കേട്ടോ. അങ്ങനെ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്ത ഇതുപോലെ ഈ പറയുന്ന യാഗത്തിന് വേണ്ടി തീയൊക്കെ ഒരുക്കി റെഡിയായി നിൽക്കുമ്പോൾ ഒരു വലിയൊരു മാന്, സാധാരണേനെക്കാട്ടിലും വലിയ രൂപത്തിലുള്ള ഒരു മാന്, വലിയ കൊമ്പുകളൊക്കെ ഉള്ള ഒരു മാന്. ഈ മാനിൻ്റെ കൊമ്പുകൾ എങ്ങനെ അറിയോ? മാനിൻ്റെ കൊമ്പുകൾ മരത്തിൻ്റെ ചില്ലകൾ പോലെ, മരത്തിനെ പോലെ ഇങ്ങനെ പലതരത്തിലുള്ള ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അതും വെച്ചുകൊണ്ട് തലയിലാക്കിയിട്ട് ഈ ബ്രാഹ്മണനെ സഹായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ഉപദ്രവിച്ചിട്ട് എന്ത് ചെയ്ത് ഈ ബ്രാഹ്മണന് എന്താണ് നടക്കണമെന്ന് മനസ്സിലാവുന്നതിന് മുമ്പ് തന്നെ ഈ മാൻ അപ്രത്യക്ഷമായി. ഈ മാൻ എവിടെ പോയി എന്നുള്ളത് ആർക്കും കണ്ടാൽ അറിയുന്നില്ല. എവിടെ പോയി എന്നുള്ളത് മാനിനെ പെട്ടെന്ന് കാണാണ്ടായി. അപ്പോൾ ഈ ബ്രാഹ്മണൻ പഞ്ചപാണ്ഡവന്മാരോട് വന്ന് പറയണേ, ഈ മാനിനെ കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ മാനിനെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കണം. എനിക്ക് എൻ്റെ ഈ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഈ സാധനങ്ങളൊക്കെ എനിക്ക് വീണ്ടെടുക്കണം. ഈ മാനിൽ നിന്ന് ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ വീണ്ടെടുത്ത് തരണം എന്ന് യുധിഷ്ഠിരനോട് ഈ ബ്രാഹ്മണൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ യുധിഷ്ഠിരൻ്റെ കർമ്മം എന്താണ്? ബ്രാഹ്മണന്മാരെ രക്ഷിക്കുക. അപ്പോൾ ഈ ബ്രാഹ്മണൻ ഇങ്ങനെ പൂജ ചെയ്യുമ്പോൾ സമയത്ത് ഇങ്ങനെ ഒരു മാൻ വന്ന് ഉപദ്രവിച്ചു എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് യുധിഷ്ഠിരൻ എന്ത് ചെയ്ത്, എന്തായാലും നമുക്ക് ഈ ബ്രാഹ്മണനെ സഹായിച്ചേ പറ്റൂ എന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഇവരെന്താ ചെയ്ത,
എന്നിട്ട് എന്താ ഇവര് ചെയ്തേ? എന്നിട്ട് ഇവരെന്താ ചെയ്ത? യുധിഷ്ഠിരൻ്റെ കർമ്മമാണ് ഈ ബ്രാഹ്മണനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് യുധിഷ്ഠിരൻ എന്ത് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നപ്പോൾ നകുലനോട് പറഞ്ഞു, നകുല, ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഇവിടെ അടുത്തെങ്ങാനും വെള്ളമുണ്ടോ എന്നെങ്കിലും നോക്കാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് സാധാരണ മാനുകൾ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. പുഴയോ നദിയോ എന്തെങ്കിലും ഉണ്ടോ ഈ കാണുന്ന ദൂരത്തിൽ വല്ലവരെ അടുത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നകുലൻ മരത്തിൻ്റെ മുകളിൽ കയറി. മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് പറഞ്ഞു, കുറച്ച് ഞാൻ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പച്ചപ്പ് കാണാൻ പറ്റുന്നുണ്ട് എന്ന് നകുലൻ പറഞ്ഞു. അത് മാത്രമല്ല, കുറച്ച് ഈ വെള്ളത്തിലുണ്ടാവില്ല, വെള്ളത്തിൽ അരയന്നം എന്ന് പറയും. അരയന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെള്ളത്തിലുണ്ടാവുന്ന ജീവി, വെള്ളത്തിലൊരു പക്ഷി പോലെ. കൊച്ചിനെയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെയാണ് അരയന്നങ്ങൾ. പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അരയന്നങ്ങളുടെ കരച്ചിലും കുറേ പച്ചപ്പും ഒക്കെ നകുലൻ അവിടെ ദൂരത്തുനിന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്ന് നകുലൻ പറഞ്ഞിട്ട് നകുലൻ മരത്തുനിന്ന് താഴെ ഇറങ്ങി നേരെ ഈ പുഴയിലേക്ക്, ഈ കുളത്തിലേക്ക്, പുഴയല്ല കുളത്തിലേക്ക് നോക്കി വേഗം പോയി. എന്നിട്ട് നകുലൻ എന്ത് ചെയ്ത് ഈ മുട്ടുവരെ വെള്ളത്തിലിറങ്ങിയിട്ട് ഈ വെള്ളത്തിന് മുഖത്തേക്ക് ഇട്ട് അങ്ങനെ കഴുകി. മുഖം കഴിക്കുമ്പോൾ പെട്ടെന്ന് എന്തായി, ഒരു വലിയ ശബ്ദം ആരാണ് നകുലൻ കേട്ടു. എന്താണ്? ഒരു അരയന്നം വെള്ളത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പറഞ്ഞു, നിൽക്കൂ, ഈ കുളം എൻ്റേതാണ്. എൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരങ്ങൾ പറയാതെ ഈ കുളത്തിൽ നിന്ന് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ വെള്ളം തൊടണമെങ്കിൽ എന്നോട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വെള്ളം തൊടാൻ പറ്റുള്ളൂ എന്ന് ഈ അരയന്നം നകുലിനോട് പറയുക. ഈ വെള്ളം കുടിക്കാനും പാടില്ല, എടുത്തോണ്ട് പോകാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അരയന്നം വന്ന് പറഞ്ഞു. നകുലൻ എന്തായി, വെള്ളം ദാഹം കൊണ്ട് കള്ളിയില്ലാണ്ട് നിന്നിട്ടാണ് ഈ കുളത്തിലെത്തിയത്. നകുലൻ വെള്ളം എടുത്ത് കയ്യിലുണ്ടായിരുന്ന വെള്ളം അങ്ങനെ ചുണ്ടിലേക്കാക്കിയിട്ട് അങ്ങനെ കുടിച്ച ഉടനെ എന്താ പറ്റിയ, നകുലൻ അങ്ങനെ മയങ്ങി വീണു. നകുലിന് എണീക്കാൻ പറ്റാത്ത രീതിയിൽ മരിച്ചുപോയ പോലെ മയങ്ങി വീണു. നകുലൻ എവിടെ പോയി? ഈ കുളത്തിലേക്ക് പോയി. ഈ കുളത്തിൽ പോയിട്ട് വെള്ളം ദാഹം സഹിക്കാണ്ട് കയ്യിൽ ഇത്തിരി വെള്ളം എടുത്ത് മുഖം കഴുകി. പിന്നെ ഇത്തിരി വെള്ളം എടുത്ത് കുടിക്കാൻ പോകുന്ന സമയത്താണ് ഈ അരയന്നൻ വലിയ ശബ്ദത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്. എന്താ പറയുന്നേ? ഈ വെള്ളം കുടിക്കരുത്, ഇത് എൻ്റെ കുളമാണ് എന്ന് പറഞ്ഞു. ഇത് കേൾക്കാണ്ട് നകുലൻ ദാഹം സഹിക്കാണ്ട് നകുലൻ വെള്ളം കുടിച്ചതോടുകൂടി നകുലൻ ബോധം കെട്ട് താഴെ വീണു. യുധിഷ്ഠിരൻ എന്തായി, ദ്വൈതവനത്തിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, താമസിക്കുന്ന കുടിൽ നോക്കണു. കുറേ നേരം കാത്തു നിന്നിട്ട് തൻ്റെ അനുജനായ നകുലൻ വരില്ല. എന്താ ഇത്ര നേരമായിട്ട് നകുലൻ വരാത്തതെന്ന് പറഞ്ഞിട്ട് സഹദേവനെ വിളിക്കുകയാണ്. സഹദേവ, ഇങ്ങോട്ട് വാ. നിൻ്റെ ഏട്ടന്, നമ്മുടെ അനുജനില്ലേ നകുലൻ കുറേ നേരമായി പോയിട്ട്, ഇത്ര നേരമായിട്ട് തിരിച്ചു വന്നിട്ടില്ല. എന്താണാവോ? ആ നീല കുളമില്ലേ ദൂരെ കാണുന്ന ആ കുളത്തിൻ്റെ അടുത്തേക്കാണ് പോയിരുന്നത് എന്ന് ആരാ പറയാ? യുധിഷ്ഠിരൻ സഹദേവനോട് പറയും. സഹദേവൻ ഇത് നോക്കി പോവാണ്. ഇത് കണ്ട ഉടനെ അർജുനനും ഇത് കണ്ടു. അർജുനനും ഈ ശബ്ദം കേട്ടപ്പോൾ ഒരു ചെറിയൊരു പരിഭ്രാന്തി തോന്നിയില്ലേ? അവിടെ നോക്കിയപ്പോൾ അർജുനൻ പിന്നാലെ പോയി. അർജുനൻ വെറുതെ പോവില്ലല്ലോ. അർജുനൻ അമ്പും എടുത്തിട്ട്
പോയി. അമ്പും വില്ലും ഒക്കെ എടുത്തിട്ട് നേരെ ഈ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം ഈ അരയന്നം പോലെ ഒരു ശബ്ദം നേരത്തെ വന്നിരുന്നില്ലേ? ആ ശബ്ദം പറഞ്ഞു, മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഈ വെള്ളത്തിൽ തൊടാൻ ആർക്കെങ്കിലും അധികാരമുള്ളൂ എന്ന് ഈ അരയന്നത്തിനെ പോലെയുള്ള ഒരു ശബ്ദം, ഒരു ദൈവിക ശബ്ദം, എവിടുന്നോ വന്ന ശബ്ദമാണിത്. ഇത് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അർജുനൻ എന്ത് ചെയ്ത് അമ്പിനെ താഴ്ത്തി. വളരെ സങ്കടമായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നകുലന് അവിടെ വീണ് കിടക്കില്ല. സഹദേവന്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അപ്പോൾ അർജുനൻ പറയണേ, എൻ്റെ അമ്പുകൾ കൊണ്ട് ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരും. എൻ്റെ അനുജന്മാരെ നിങ്ങളിങ്ങനെ ബോധം കെടുത്തി മരണപ്പെട്ട നിലയിൽ കിടത്തിയല്ലോ. ഞാൻ അമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ അമ്പിനെ എല്ലാ ദിക്കുകൾക്കും, അതായത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, എല്ലാ ഭാഗത്തും എൻ്റെ അമ്പുകൾ പോകും എന്ന് പറഞ്ഞു. അപ്പോഴും ആ ശബ്ദം അത് തന്നെ പറഞ്ഞു, തൊട്ടു പോകരുതാ വെള്ളത്തിന്. അർജുനൻ ഇത് കേൾക്കാതെ അർജുനൻ എന്ത് ചെയ്ത് വെള്ളം എടുത്തപ്പോൾ അർജുനനും മരിച്ചു വീണ പോലെയായി. അപ്പം നകുലനും സഹദേവനും അർജുനനും 3 പേരും ഈ കുളത്തുനിന്ന് വെള്ളം കുടിച്ചിട്ട് മയങ്ങി വീണ് കിടക്കുകയാണ്, മരിച്ച പോലെ വീണ് കിടക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇനി ആരാ ബാക്കിയുള്ള? ഭീമസേനൻ മാത്രമല്ലേ ഉള്ളൂ. ഭീമസേനനും വന്നു. ഭീമസേനനും ഈ പറയുന്ന പുഴയിലേക്ക് വന്നു. വന്ന ഉടനെ എന്താ കണ്ടേ? തൻ്റെ എല്ലാ അനുജന്മാരും, 4 അനുജന്മാരിൽ 3 അനുജന്മാരിൽ അർജുനനും നകുലനും സഹദേവനും ഇതേപോലെ ബോധം കെട്ട് വീണ് കിടക്കണം. അപ്പം ഭീമൻ പറയണേ, ആ ശബ്ദത്തിനോട് ചോദിക്കണേ, ആരാടാ നീ? എൻ്റെ എല്ലാ അനുജന്മാരെയും മയക്കിക്കെടുത്തിട്ട് നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പ് വാ. എൻ്റെ ദാഹം നിന്നെ കൊല്ലാനുള്ള ദാഹമാണ്, ഇപ്പം തന്നെ തീർത്തു തരാം എന്ന് ഭീമൻ അലറി നിലവിളിക്കുകയാണ് ദേഷ്യം കൊണ്ടേ. അപ്പോൾ ഇതേപോലെ ഈ ശബ്ദം വീണ്ടും പറഞ്ഞു, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ വെള്ളത്തിൽ തൊട്ടാൽ നിങ്ങൾ നശിച്ചു പോവുകയുള്ളൂ. നിങ്ങളിതേപോലെ എന്താ നിങ്ങൾക്ക് പറ്റുകയെന്നുള്ളത് അറിയില്ല എന്ന് പറയും. സാധാരണ ബാക്കിയുള്ള അനുജന്മാരൊക്കെ ചെയ്ത പോലെ തന്നെ ഭീമസേനനും എന്താ ചെയ്തേ? വെള്ളം എടുത്തു കുടിച്ചു, ബോധം കെട്ട് അങ്ങനെ വീണു. മരണക്കിടക്കയിൽ പോലെ അങ്ങനെ വീണ് കിടക്കുകയാണ്. ഇത്രയും നേരം അപ്പോൾ യുധിഷ്ഠിരൻ അവിടെ തന്നെ ഉണ്ട്. യുധിഷ്ഠിരൻ നോക്കിയപ്പോൾ പോയവർ ആരും തിരിച്ചു വരുന്നില്ല. ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യാ? ഞാൻ തന്നെ നേരിട്ട് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് അവിടെ സംഭവിക്കണത് എന്നുള്ളത്. അങ്ങനെ ആ വെള്ളം തൊട്ട ഒരു മനുഷ്യനും ജീവിച്ചിരുന്നിട്ടില്ല. അപ്പോൾ യുധിഷ്ഠിരൻ വീണ്ടും അങ്ങോട്ട് യുധിഷ്ഠിരൻ സ്വയം തന്നെത്താൻ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചു. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി അവിടെ പോയി നോക്കിയപ്പോൾ തൻ്റെ അനുജന്മാർ ഭയങ്കര സുന്ദരമായ സ്ഥലമാണ്. നല്ല കുളവും പുഴ നിറച്ച് നല്ല മരങ്ങൾ, പിന്നെന്താണ് നല്ല പക്ഷികൾ, കിളികളുടെ ശബ്ദം ഇതൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കിയപ്പോൾ എന്തായി? നോക്കണു, എല്ലാ അനുജന്മാരും ബോധം കെട്ട് വീണ് കിടക്കണു. യുധിഷ്ഠിരൻ ഒറ്റക്കായി. അർജുനൻ്റെ അമ്പും ഭീമൻ്റെ ഗഥയും ഒക്കെ കണ്ടു. ഇതെല്ലാം കൊണ്ട് മയങ്ങി വീണ് കിടക്കുന്ന അനുജന്മാരെ കണ്ടിട്ട് യുധിഷ്ഠിരൻ പറയണേ, നീയല്ല ഭീമസേന പറഞ്ഞ ദുര്യോധനൻ്റെ തുടകളെ പിളർത്തിയെടുക്കുമെന്ന്, എന്നിട്ട് നീ എന്താ അങ്ങനെ ബോധമില്ലാതെ കിടക്കുന്ന എന്ന്
നീ എന്നിട്ട് എന്താണ് ഇങ്ങനെ ബോധമില്ലാതെ കിടക്കണേ എന്ന് ആരാ ചോദിക്കണേ? യുധിഷ്ഠിരൻ. ആരോടെ? ബോധമില്ലാതെ കിടക്കണ ഭീമസേനോട്. അതുപോലെ അർജുന, നീ എന്താ ഇങ്ങനെ കിടക്കണേ? എല്ലാ ദൈവങ്ങളുടെയും എല്ലാ ശക്തികളും എല്ലാം ഈ ഇടയ്ക്കല്ലേ നിനക്ക് കിട്ടിയല്ലോ, എന്നിട്ടും നീ എന്താ ഇങ്ങനെ കിടക്കണേ എന്ന് അർജുനനോടും യുധിഷ്ഠിരൻ തന്നെ ചോദിക്കുകയാണ്. ഇത് സാധാരണ ഒരു മരണം പോലെയല്ല. യുധിഷ്ഠിരൻ പറയാണ്, ഇവിടെ ഒരു യുദ്ധം നടക്കുക, ഒരു മൽപ്പിടുത്തം നടക്കുക, ഒന്നും നടന്നിട്ടില്ല. ഇവർ പോയേ ഉള്ളൂ. ഇവർ എന്തോ സംഭവിച്ചിട്ട് ഇവരങ്ങനെ മയങ്ങി വീണ് കിടക്കുകയാണ്. ഇത് ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ? ദുര്യോധനൻ്റെ ആൾക്കാരുടെയോ മായാവിലാസമാണോ? ഇവരെങ്ങനെ മയക്കി കിടത്തുക, എന്തെങ്കിലും ചെയ്യുക? ഇവർ കള്ളന്മാരല്ലേ, മറ്റുള്ളവർക്ക് നേർവഴിക്ക് യുദ്ധം ചെയ്യാനോ നേർവഴിക്ക് സത്യസന്ധമായിട്ട് ചെയ്യാനോ അറിയില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും നമ്മളെ പറ്റിച്ചതാണോ? എന്നിട്ട് ഈ കിടക്കുന്ന ഇതാക്കി കിടന്നിട്ടുള്ള മുഖങ്ങളിലേക്ക് നോക്കി. അപ്പോൾ ഇവരൊന്നും മരണപ്പെട്ട പോലെയൊന്നുമല്ല, ബോധമില്ലാതെ കിടക്കുന്ന പോലെയുള്ളൂ. ഇവർക്കെല്ലാം ജീവനുണ്ട്. ഇവരൊന്നും ആരും യുദ്ധം ചെയ്തിട്ട് മേലും മുറിവോ ചോരയോ അങ്ങനെ അടയാളങ്ങളോ ഒന്നും കാണാനില്ലല്ലോ എന്ന് യുധിഷ്ഠിരൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതെന്താ ഇവർക്ക് പറ്റിയിട്ടുണ്ടാവുക എന്ന് യുധിഷ്ഠിരൻ ആലോചിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ആ ശബ്ദമില്ലേ, നേരത്തെ വന്ന ശബ്ദം, ആ ശബ്ദം പറഞ്ഞു യുധിഷ്ഠിരൻ. പെട്ടെന്ന് യുധിഷ്ഠിരനെ ശബ്ദം കേട്ടു. യുധിഷ്ഠിരൻ ശബ്ദം പറഞ്ഞു, എന്തെങ്കിലും മണ്ടത്തരങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നാണ് ഈ ശബ്ദം പറയുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുക, എന്നിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെള്ളം കുടിക്കാം, വെള്ളം വേണമെങ്കിലും എടുത്തിട്ട് പോവുകയും ചെയ്യാം. ഞാൻ പറയുന്നതൊക്കെ എന്നെ അപമാനിക്കുകയും ചെയ്യാം. ഞാൻ പറയുന്നതിനൊന്നും വില കൽപ്പിക്കാതെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ ഈ പറയുന്ന അനുജന്മാർ മരിച്ച പോലെ തന്നെ നിങ്ങളും മരണക്കിടക്കയിൽ കിടക്കേണ്ടി വരും, ഒട്ടും ബോധമില്ലാണ്ട് എന്ന് ഈ ശബ്ദം യുധിഷ്ഠിരനോട് പറയുകയാണ്. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് കേൾക്കൂ എന്ന് ഈ ശബ്ദം പറയും. അപ്പോൾ ഈ 5 പേര് മരണതുല്യമായിട്ട് മയങ്ങിക്കിടക്കണ കണ്ടിട്ട് യുധിഷ്ഠിരൻ പറയണേ, നിങ്ങളാരാ, ദൈവമാണോ? എൻ്റെ 5 അനുജന്മാരും, ഇത്രയും കഴിവുള്ള 5 അനുജന്മാരും ഇത്രയും ശക്തിയുള്ള ആൾക്കാരും ഇങ്ങനെ മയങ്ങിക്കിടക്കണോ? നിങ്ങൾക്ക് ദൈവിക കഴിവുകൾ വല്ലതുമുണ്ടോ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ചെയ്തതൊരു വലിയൊരു കാര്യമാണ്. എന്താണ് പറയുന്നത്? ഇത്രയും മഹാന്മാരായ എൻ്റെ അനുജന്മാരെ നിങ്ങൾ എങ്ങനെയൊക്കെയോ തോൽപ്പിച്ച് കീഴിൽ കിടത്തി. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരൂ, നിങ്ങൾ ആരാണ്? എന്തുകൊണ്ടിനാണ് ഈ പാവപ്പെട്ട എൻ്റെ അനുജന്മാർ നിങ്ങളോടൊരു ദ്രോഹവും ചെയ്യാത്ത ഇന്നസെൻ്റ് ആയിട്ടുള്ള, ഇന്നസെൻ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക അർത്ഥം? ഇന്നസെൻ്റ് എന്ന് വെച്ചാൽ ഒരു തെറ്റും ചെയ്യാത്ത ആളാണ് ഇന്നസെൻ്റ്. കുറ്റത്ത് ഇപ്പോൾ നീ ഒരു സാധനം തെറ്റ് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റ് ചെയ്യാണ്ട് നിന്നെ ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ പറയുക? ഐ ആം ഇന്നസെൻ്റ്. ഐ ആം ഇന്നസെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറ്റക്കാരനല്ല. അപ്പോൾ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? അപ്പം അമ്മ നീ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ചീത്ത പറയണത്? അതിന് പറയണമെങ്കിൽ, അതിന് മറുപടി പറയണമെങ്കിൽ ഐ ആം ഇന്നസെൻ്റ്, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഇനി ചീത്ത കേൾക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി, ഐ ആം ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ മതി കേട്ടാ. അപ്പം ഇന്നസെൻ്റായ എൻ്റെ അനുജന്മാരെ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ ബോധമില്ലാതെ കിടത്തിയിരിക്കുന്നത്? ഇതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എൻ്റെ മനസ്സാകെ പതറിയിരിക്കുകയാണ്, എനിക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദേഷ്യവും വളരെയധികം ആകാംക്ഷയോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. ദയവ് ചെയ്ത് പറയൂ, ദയവ് ചെയ്ത് പറയൂ, നിങ്ങൾ ആരാണ് എന്ന് പറയൂ എന്നാണ് യുധിഷ്ഠിരൻ ഈ ശബ്ദത്തോട് ചോദിക്കുന്നത്.
അങ്ങനെ ഈ ശബ്ദത്തിനോട് ചോദിച്ചപ്പോൾ ഇതിന് മറുപടി വരികയാണ്. എൻ്റെ പേര് യക്ഷ എന്നാണ്. ഞാൻ ഈ പറയുന്ന നിങ്ങളുടെ എല്ലാ അനുജന്മാരോടും അവർ ഈ വെള്ളത്തിൽ തൊടുന്നതിന് മുമ്പ്, കുടിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, ഇതിൽ തൊടാനോ കുടിക്കാനോ നിങ്ങൾക്ക് പാടില്ല. ഞാൻ ചോദിക്കുന്ന 100 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഇത് ഞാൻ അവരോട് പറഞ്ഞതാണ്. ഞാനാണ് യക്ഷ എന്ന് ആ ശബ്ദം മറുപടി പറയും. അപ്പോൾ സൗമ്യഭാവത്തിൽ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, യക്ഷ, നീ പറയുന്ന എല്ലാം ഞാൻ അനുസരിക്കാം. ഈ വെള്ളത്തിൽ ഞാൻ നിൻ്റെ അനുവാദമില്ലാതെയോ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെയോ ഞാൻ ഒരിക്കലും ഈ വെള്ളം തൊടില്ല. എൻ്റെ അനുജന്മാരോട് ചെയ്ത ശിക്ഷ ഞാൻ അതിനെ ശരിയാക്കി തരാം എന്ന് പറയും. അപ്പോൾ യക്ഷ ആദ്യമായി ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് മേക്സ് ദി സൺ റൈസ്, വാട്ട് കോസസ് ഹിം ടു സെറ്റ്? സൂര്യൻ ഉദിക്കാനും സൂര്യൻ അസ്തമിക്കാനും എന്താണ് കാരണം എന്ന് ചോദിച്ചു. അതിന് യുധിഷ്ഠിരൻ മറുപടി പറയണേ, ബ്രഹ്മാവില്ലേ, ബ്രഹ്മാവാണ് സൂര്യനെ ഉദിപ്പിക്കണത്. ക്രിയേറ്റർ ബ്രഹ്മ മേക്സ് ദി സൺറൈസ്. നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ, 3 തരത്തിലുള്ള അമ്പാട്ടിമാരുണ്ട്. ബ്രഹ്മാവുണ്ട്, മഹാവിഷ്ണു ഉണ്ട്, പരമശിവനുണ്ട്. ബ്രഹ്മാവാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സൃഷ്ടിക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പോഴാണ് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത്. ബ്രഹ്മാവാണ് സൂര്യനെ ഉദിപ്പിക്കുന്നത്. ഉദിച്ചു കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ ഈ പറയുന്ന ബ്രഹ്മാവിൻ്റെ ധർമ്മമാണ് സൂര്യനെ അസ്തമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്രയും കാലം പകല് സൂര്യനുള്ള സമയത്ത് ചെയ്തിട്ടുള്ളതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ധർമ്മം വന്നിട്ട് സൂര്യനെ സൂര്യൻ അസ്തമിക്കാനുള്ള കാരണമായി മാറുന്നത് ബ്രഹ്മാവിൻ്റെ ധർമ്മമാണ്. ഉദിക്കാൻ കാരണം ബ്രഹ്മാവാണ് എന്ന് യുധിഷ്ഠിരൻ പറയുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ പറയുക, കുറേ ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ യക്ഷ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണേ. ഇവരൊക്കെ അനുജന്മാരൊക്കെ ഭയങ്കി കിടക്കുകയാണ് ബോധമില്ലാതെ. അങ്ങനെ ആ സമയത്താണ് യക്ഷ എന്താ പറയണേ, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുധിഷ്ഠിരനാകെ മാനസികമായിട്ടും ഭയങ്കര ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെയാണ് കേട്ടോ. ഓരോ ചോദ്യത്തിനും ഉത്തരം പറയും വൈകിയാൽ പോലും പേടിയാവുകയാണ് യുധിഷ്ഠിരന്. കാരണം എന്താ, യുധിഷ്ഠിരൻ മാത്രമേ ഇപ്പം പഞ്ചപാണ്ഡവന്മാരിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കണേ, നമുക്ക് വരാവുന്ന ഏറ്റവും വലിയ കഷ്ടം എന്താണ്? ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ വരാൻ പറ്റുന്ന ഏറ്റവും വലിയ കഷ്ടം എന്താണ്? ഒരുപാടധികം സമയമില്ല യുധിഷ്ഠിരന് ഇതൊക്കെ ചിന്തിക്കാൻ. വേഗം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ചോദ്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ യക്ഷ എന്ത് ചെയ്ത് അടുത്ത ചോദ്യം ചോദിച്ചു തുടങ്ങി. ഒരു കർഷകന് ഏറ്റവും അത്യാവശ്യമായിട്ട് വിതയ്ക്കാൻ വേണ്ടത് എന്തൊക്കെയാണ്? സ്വത്ത് സമ്പാദിക്കാൻ എന്താണ് ഏറ്റവും അത്യാവശ്യമായിട്ട് ഒരാൾ ചെയ്യേണ്ടത്? യുധിഷ്ഠിരൻ ഉത്തരം പറയുന്നതിന് മഴ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും വലിയ സ്വത്ത് എന്താണ്? ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത് എന്താണ്? തൻ്റെ മക്കളാണ് ഏറ്റവും വലിയ സ്വത്ത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിനെക്കാട്ടിലും ഭാരമുള്ളത് ആരാണ്? അമ്മ. സ്വർഗത്തിനെക്കാട്ടിലും ഉയരമുള്ളത് ആരാണ്?
എന്താ അച്ഛൻ. ആ വായുവിനെക്കാട്ടിലും വേഗത്തിൽ പോകുന്നത് എന്താണ്? മനസ്സ്. മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും അവിടെ എത്തില്ലേ? ആ കണ്ണ് തുറന്ന് വെച്ച് ഉറങ്ങുന്ന ജീവി ലോകത്തിൽ ഏതാണ്? ഔൾ മീന്, ഫിഷ്. ജനിച്ച ശേഷം അനങ്ങാതിരിക്കുന്ന എന്താണ്? എന്താണ് മുട്ട. വനവാസത്തിൽ ജീവിക്കുന്ന ഒരാളുടെ സഹായം സുഹൃത്താരാണ്? ആരാണ് വഴികൾ, പാതകൾ. ഏത് വഴി കൂടെ നമ്മൾ പോണ ആ വഴിയാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്. ആ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ സുഹൃത്താരാണ്? ആരാണ് ഏ ആരാണ് അതാണ് താൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് കാര്യങ്ങൾ. ദൈവം തന്നിട്ടുള്ള ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ആരാണ്? സുഹൃത്താരാണ്? ജീവിതത്തിൽ ഒരാളുടെ ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ സുഹൃത്ത് തൻ്റെ ഭാര്യയാണ് എന്ന് യുധിഷ്ഠിരൻ പറയാണ്. തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം, കർമ്മം, കർത്തവ്യം എന്നൊക്കെ പറയില്ലേ, അതെന്താണ്? അവനവൻ്റെ ദേഹത്തിലും മറ്റുള്ളവരുടെ ദേഹത്തിലും മുറിവുകൾ ഏൽപ്പിക്കാതിരിക്കുക. അങ്ങനെ ഒരുപാടധികം ചോദ്യങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കണ്ടേ. അപ്പോൾ അതിനകത്ത് ഉത്തരങ്ങളിൽ പലതും എന്താ പറയുന്നത്? അഹങ്കാരം പാടില്ല, ദേഷ്യം കൊണ്ട് നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല, ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ പാടില്ല. ഇതൊക്കെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരവാണ്. യഥാർത്ഥ ബ്രാഹ്മണൻ ആരാണ്? ജന്മം കൊണ്ടോ പഠനം കൊണ്ടോ സ്വഭാവം കൊണ്ടോ എന്തുകൊണ്ടാണ് ഒരാൾ നല്ല ബ്രാഹ്മണനാവണ്ടേ? അതിൽ യുധിഷ്ഠിരൻ പറയണേ ജന്മം കൊണ്ടല്ലാന്ന്. ഇന്നത്തെ ജാതി വ്യവസ്ഥയിലൊക്കെ അത് എതിരാണ് കേട്ടോ. പിന്നീടാണ് ഈ പറയുന്ന ജാതിക്കാരൊക്കെ എങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ബ്രാഹ്മണനായിട്ട് ഒരാൾ ജനിക്കാറില്ല. ഒരാളുടെ വിവരം കൊണ്ടും അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ടും ആണ് ഒരാൾ ബ്രാഹ്മണനായി ജീവിക്കുന്നത്. അച്ഛനോ അമ്മയോ ബ്രാഹ്മണനായതുകൊണ്ടോ വേദം പഠിച്ചത് കൊണ്ടോ ഒരാൾ ബ്രാഹ്മണനാവില്ല. തൻ്റെ സ്വഭാവം കൊണ്ടും തൻ്റെ ശുദ്ധി കൊണ്ടും ആണ് നമ്മൾ നല്ലൊരാളാവുന്നത്. ബ്രാഹ്മണന്മാരാണ് ഏറ്റവും ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർ കേട്ടോ. അന്നത്തെ കാലത്ത് ജാതി ഉണ്ടായിരുന്നല്ലോ. അപ്പം അതിന് വേണ്ടി ഈ യക്ഷ ചോദിക്കുകയാണ് യുധിഷ്ഠിരനോട്. പല ചോദ്യങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഇതുപോലെ നൂറിൽ കൂടുതൽ ചോദ്യങ്ങളായി യുധിഷ്ഠിരനോട്. യുധിഷ്ഠിരൻ ധർമ്മപുത്രനായതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാനുള്ള കഴിവ് ഈ പഞ്ചപാണ്ഡവന്മാരിൽ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? യുധിഷ്ഠിരന് തന്നെയാണ് കേട്ടോ. അവസാനം എത്തിയപ്പോൾ യക്ഷ പറഞ്ഞു, ഇനി 4 ചോദ്യങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ഈ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും ശരിക്ക് സന്തോഷിച്ച് ജീവിക്കുന്നത് ഒരാളാണ്. ഏറ്റവും സന്തോഷവാൻ ആരാണ്? അല്ല, ഒരു സാധാരണ ഒരു മനുഷ്യനിൽ എന്തൊക്കെ ഉണ്ടെങ്കിലാണ് അവർ സന്തോഷമായിരിക്കുക എന്നാണ് ചോദിക്കുന്നത്. കളി. കുട്ടികൾക്കാണ് കളി. മുതിർന്ന ആൾക്കാർക്ക് എന്താണ്? കുട്ടികളുടെ കൂടെ കളിക്കുക. അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതെന്താണ്? സന്തോഷിച്ച് ജീവിക്കണേന് എന്താ പറയുക? അറിയില്ല. ഒരാൾക്ക് കടം കൊടുക്കാതിരിക്കുക. അല്ല, ഒരാളുടെ കടമില്ലാതെ ജീവിക്കുക. കടമില്ലാതെ ജീവിക്കാൻ നമുക്കൊരു സാധനം മേടിക്കണമെങ്കിലൊക്കെ നമ്മൾ പൈസയൊക്കെ ആരുടെയെങ്കിലും നിന്ന് മേടിക്കുക. ബാങ്കിൽ നിന്നൊക്കെ ലോൺ മേടിക്കില്ലേ? നമ്മളിപ്പോൾ വീട് കെട്ടാൻ ലോൺ മേടിച്ചില്ല. അതുപോലെ കടമില്ലാതെ ജീവിക്കുന്നതാണ് ഏറ്റവും സന്തോഷം
ഒരു മനുഷ്യന് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറയാം. അടുത്തത്, ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വണ്ടർ? പറയൂ. എല്ലാ ദിവസവും ഓരോരുത്തരും ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പലരും മരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ദിവസം വീണ്ടും സൂര്യൻ അതുപോലെ ഉദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ വിചാരം എന്താ അറിയോ? ഇവരെല്ലാം കാലാകാലം എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. അതല്ല സത്യം. ലോകത്തിൽ ഇപ്പോൾ ആര് മരിച്ചാലും അടുത്ത ദിവസം അതേപോലെ സൂര്യൻ ഉദിക്കും. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ നടക്കും. അതൊരു ലോകത്തിൽ നടക്കാവുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഒരാളുടെ ലോകം അവസാനിച്ചത് കൊണ്ട് അടുത്ത ആളുടെ ലോകം അവസാനിക്കുന്നില്ല. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യൻ വീണ്ടും ഉദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പാത്ത്? പാത്ത് എന്ന് വെച്ചാൽ എന്താണ്? പാത്ത് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്ന? വഴി. The path is what the great ones have trod. വലിയ മഹാന്മാർ പോയ വഴികളാണ് പാത്ത്. പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത് യുധിഷ്ഠിരനോട്. അപ്പോൾ യുധിഷ്ഠിരൻ പറയുന്ന മറുപടിയാണ് പാത്ത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ആ യക്ഷ തിരിച്ചും മറുപടി പറയുന്ന യുധിഷ്ഠിരനോട്, ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഈ ഉത്തരങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഒരു അനുജനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അനുജനെ നിങ്ങൾക്ക് തിരിച്ചു ജീവനോടൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് ഒരു അവസരമേ ഉള്ളൂ. അതാരാണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് യക്ഷ പറയും. യക്ഷയോട് ചോദിക്കും. യുധിഷ്ഠിരൻ പറയണം മറുപടി, എനിക്ക് നകുലനെ ജീവനോടെ തിരിച്ചു വേണം എന്ന് പറയണം. അപ്പം യക്ഷ ചോദിക്കണേ, നകുലൻ നിങ്ങളുടെ ശരിക്കുള്ള അനുജനല്ലല്ലോ. നകുലൻ്റെ അമ്മ മാതൃയല്ലേ? അപ്പോൾ നിങ്ങൾ എന്തിനാ നകുലനോട് ചോദിക്കണേ? അർജുനനും ഭീമനും എല്ലാം കഴിവുള്ള ആൾക്കാരും വലിയ ആൾക്കാരും, അവരെല്ലാം നിങ്ങൾ രക്ഷിക്കേണ്ട എന്ന് പറയാണ്. അപ്പോൾ ആ യുധിഷ്ഠിരൻ പറയണേ, എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് മാതൃ. കുന്തി ദേവിക്ക് ഞാൻ ജീവനോടെ ഇരിക്കണ്ടല്ലോ, മാതൃയ്ക്ക് ആരും ജീവനോടെ ഉണ്ടാവില്ലല്ലോ. നകുലനെ തിരിച്ചു കിട്ടിയ മാതൃയ്ക്ക് വളരെയധികം സന്തോഷമാവില്ലേ? അതുകൊണ്ട് മാതൃയുടെ മകനായ നകുലനെ നിങ്ങൾ തിരിച്ച് ജീവനോടെ ഞങ്ങൾക്ക് തരണം എന്ന് പറയും. ഇത് കേട്ടോണ്ട് യക്ഷയ്ക്ക് വളരെയധികം സന്തോഷമായി. ഇത്രയും നല്ല സൗമ്യമായിട്ട് ഇത്രയും കൃത്യമായിട്ട് മറുപടി, അസൂയയില്ലാതെ വൃത്തിയായിട്ട് മറുപടി പറയാൻ കഴിയുന്ന യുധിഷ്ഠിരന് എല്ലാ സന്തോഷങ്ങളും തിരിച്ചു കൊടുത്തിട്ട് യക്ഷ പറയുന്ന എല്ലാ ജീവനും ഞാൻ തിരിച്ചു നൽകാം. 4 അനുജന്മാർക്കും ജീവൻ തിരിച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ പഞ്ചപാണ്ഡവന്മാർക്കും ഭാര്യയ്ക്കും ഞാൻ എൻ്റേതായ എല്ലാ ആശംസകളും ഇതും കൊടുക്കാം. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ എനിക്ക് ഏറ്റവും നല്ല ഉത്തരവാണ് നിങ്ങൾ തന്നിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, യക്ഷ അങ്ങ് ആരാണ്? ഇത്രയും മഹാനായ അങ്ങ് ഞങ്ങളെന്തിനാ പരീക്ഷിക്കാൻ വന്ന് എനിക്ക് ഇത്രയും വലിയ സങ്കടം തന്നിട്ടല്ലേ തിരിച്ച് ഈ പറഞ്ഞ എല്ലാവർക്കും ജീവൻ നൽകിയത് എന്ന് പറയും. അപ്പോൾ യക്ഷ പറയണേ, ഞാൻ ആരാണെന്ന് എനിക്കറിയോ? ഞാൻ നിൻ്റെ അച്ഛനാണ്, യമദേവനാണ്, ധർമ്മപുത്രൻ ധർമ്മനാണ്. ഞാൻ ധർമ്മം ചെയ്യുന്ന ആൾക്കാരെ, നീതി ന്യായം ചെയ്യുന്ന ആൾക്കാരെ സംരക്ഷിക്കണതാണ് യമൻ്റെ ജോലി. നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് ജീവൻ കൊടുക്കുകയും ദോഷം ചെയ്യുന്ന ആൾക്കാർക്ക് മരണം കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ. ഈ ശിക്ഷകളൊക്കെ നടപ്പാക്കുന്നതാണ് യമദേവൻ്റെ ജോലി. അങ്ങനത്തെ ഒരു ദൈവമാണ് ഞാൻ. യമെന്ന് പറയുന്നത് ആരാണറിയോ? യമെന്ന് പറയുന്നത് മരണത്തിൻ്റെ ദൈവമാണ്.
ന്യായത്തിൻ്റെ ദൈവമാണ്. ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ? എന്താണ് ശരി എന്ന് തീരുമാനിക്കുന്നതാണ് ന്യായം. മരണത്തിന് 2 ദൈവങ്ങളുണ്ട്. ഉണ്ട്, നമ്മളുടെ സങ്കല്പമാണത്. എത്ര? യമദേവനുണ്ട്. യമൻ എന്ന് പറയുന്നത് മരണത്തിന്റെ ദൈവമാണ്. അടുത്ത ദൈവം അറിയില്ല, നോക്കാട്ടാ, പറഞ്ഞുതരാം. ശിവനില്ലേ, പരമശിവൻ. പരമശിവൻ ഏറ്റവും വലിയ ദൈവങ്ങളുടെ ദൈവമാണ്. മൃത്യുഞ്ജയനാണ്. ഇന്ദ്രനെക്കാട്ടിലൊക്കെ വലുതാണ്. മരണത്തിനെ ജയിച്ച ആളാണ് പരമശിവന്. മരണം ഒരിക്കലും ഇല്ല. പരമശിവൻ ഹിമാലയത്തിലെ കൈലാസത്തിലാണ്. പരമശിവന് പേരൊക്കെ ഉണ്ട്. പരമേശ്വരൻ, ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാണ്. അങ്ങനെ യക്ഷ, ഈ പറഞ്ഞ യക്ഷ മരണത്തിൻ്റെ മാത്രം ദൈവമാണ്. പരമശിവൻ ഒരുപാട് അതിലും വലിയൊരു ദൈവമാണ്. ലോകത്തിൻ്റെ മുഴുവനും സംഹാരമാണ്. എല്ലാത്തിൻ്റെയും സംഹാരമാണ് പരമശിവൻ. അങ്ങനെ പഞ്ചപാണ്ഡവന്മാർ 4 പേര് ബോധം കെട്ട് വീണതിന് യുധിഷ്ഠിരത്തിൻ്റെ ധർമ്മം കൊണ്ടും തൻ്റെ ഉത്തരം പറയാനുള്ള കഴിവുകൾ കൊണ്ടും ഈ പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ തൻ്റെ അനുജന്മാരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്നു. അവസാനത്തെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ തിരിച്ചു വന്ന് വീണ്ടും കൊല്ലങ്ങളിങ്ങനെ നീങ്ങി തുടങ്ങി കേട്ടോ. അങ്ങനെ അപ്പോൾ യുധിഷ്ഠിരൻ പറയണേ, നമ്മൾ ഈ വനവാസത്തിൽ വന്നിട്ട് 12 കൊല്ലം നമ്മൾ പരീക്ഷിക്കപ്പെട്ടു. നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ ഇപ്പോൾ കഴിയാറായി. ഇനിയും 1 കൊല്ലം കൂടിയേ ബാക്കിയുള്ളൂ. 13 കൊല്ലമല്ലേ വനവാസം പറഞ്ഞിരുന്നേ. ഇപ്പോൾ 12 കൊല്ലം കഴിഞ്ഞ ശേഷം കുറേ കൊല്ലങ്ങൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അർജുനൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്തില്ലേ? അർജുന, നീ ഒരുപാട് യാത്രയൊക്കെ ചെയ്തില്ലേ എന്ന് യുധിഷ്ഠിരൻ പറയുകയാണ്. അപ്പോൾ അർജുനൻ പറയണേ, നമുക്ക് ധർമ്മദേവൻ യമദേവനാണ് കേട്ടോ. ധർമ്മദേവൻ, അതായത് യുധിഷ്ഠിരൻ്റെ അച്ഛനല്ലേ. അച്ഛൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ. നമ്മൾ എവിടെ പോയാലും നമ്മളെ സംരക്ഷിക്കാൻ ആരാള? ധർമ്മദേവൻ ഉണ്ടല്ലോ. അതുമാത്രമല്ല, ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് രാജ്യങ്ങളുടെ സ്വത്തും സൗകര്യങ്ങളും ഭക്ഷണമൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. പാഞ്ചാല രാജ്യം, ചേടി രാജ്യം, മത്സ്യരാജ്യം, സൽവരാജ്യം, അവന്തിപുരം, ഇതൊക്കെ അതിന് തൊട്ടുവിട്ട് ഈ പറയുന്ന ഹസ്തിനപുരത്തിനും ഇന്ദ്രപ്രസ്ഥത്തിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള ചെറിയ രാജ്യങ്ങളാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് അത് ചെറിയ രാജ്യങ്ങളും അന്നത്തെ കാലത്ത് അത് വലിയ രാജ്യങ്ങളുമായിരുന്നു കേട്ടോ. പക്ഷെ ആരും പാഞ്ചാല രാജ്യത്തിനെ കുറിച്ച് അധികം ആലോചിച്ചിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പാഞ്ചാലി എന്ന് പറയുന്ന 5 ഇവരുടെ അമ്മായി അച്ഛനല്ലേ, ആരുടെ? പഞ്ചപാണ്ഡവന്മാരുടെ. പാഞ്ചാല രാജ്യം പാഞ്ചാല രാജ്യമായിട്ട് നമുക്ക് അടുത്ത ബന്ധത്തിലേക്ക് പോവാം എന്ന് പറയും. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ മഹാഭാരതം എപ്പിസോഡ് നമ്പർ 35 അവസാനിപ്പിക്കാം. ഇതുവരെ ഈ കഥ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്ക് നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡ് 36ാമത്തെ എപ്പിസോഡിൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗം